കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കുകയില്ല. നാം നന്മയുടെ പുറകിന് പോകണ്ട. കർത്താവിലും അവിടുത്തെ ശക്തിയിലും ആശ്രയിക്കാൻ തയ്യാറാകണമെങ്കിൽ, മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ തയ്യാറാകുമെങ്കിൽ, നന്മയും കരുണയൊക്കെ നമ്മളെ പിന്തുടരും, നമ്മുടെ പുറകിന് വരും. അതിൻ്റെ പുറകിന് നമ്മൾ പോകണ്ട. യഹോഭക്തനായ പുരുഷൻ ആർ? താൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ദൈവവചനത്തിൻ്റെ വാഗ്ദത്തമാണ്. നമ്മുടെ വഴി നമ്മൾ സ്വയം തിരഞ്ഞെടുക്കരുത്. ദൈവത്തിങ്കലേക്ക് വിട്ടുകൊടുക്കൂ. കർത്താവെ, എങ്ങനെ നടക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല, ഏത് ഡിസിഷൻ എടുക്കണമെന്നറിയില്ല. നമുക്ക് പറ്റാത്തത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദൈവവിശ്വസ്തയും വളരെ വലുതാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മളെ ഉള്ളതുപോലെ അറിയാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. സഹോദരങ്ങളെ, ആർക്കും നമ്മളെ അറിയാൻ കഴിയില്ല. ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളെ അറിയുന്ന ദൈവം ഇന്ന് നമ്മോട് കൂടെയുണ്ട്. എത്രയോ തവണ കുരൽ താഴ്വരയുടെ പോയി, പക്ഷെ അവിടെയൊക്കെ നമുക്ക് പറയാൻ കഴിഞ്ഞില്ലേ, ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെയിരുന്നു. ദാവീദ് അതാണ് പറയുന്നത്, താഴ്വരയിൽ പോകത്തില്ലെന്നല്ല, പോയപ്പോഴും ഞാൻ ഭയപ്പെടാഞ്ഞത് അവിടെയും ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ആ ദൈവം നമ്മളെ കൈവിടില്ല. ആ ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല. ആ ദൈവം മാറാത്ത ദൈവം, മറക്കാത്ത ദൈവം, കരുണയുള്ളവൻ. രാവിലെ അവിടുത്തെ ദൈവം, രാത്രി തോറും അവിടുത്തെ വിശ്വസ്തത വർണ്ണിപ്പാൻ കർത്താവ് നമ്മെല്ലാം ഇടയാക്കട്ടെ. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. കർത്താവിൻ്റെ വരവ് വാതിക്കലായിരിക്കുന്നു. രാജ്യങ്ങളോട് എതിർക്കുന്നു. പകർച്ചവ്യാധികളുണ്ടാകുന്നു, ഭൂകമ്പങ്ങളുണ്ടാകുന്നു. ലോകത്തിൽ പലരുടെയും സ്വസ്ഥതകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ളവർ ഉറച്ചു നിൽക്കും. പലതും കണ്ട് മനുഷ്യൻ ഭയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് വരാൻ പോകുകയാണ്. കഷ്ടതയില്ലാത്ത, മുറവിളിയില്ലാത്ത, വേദനയില്ലാത്ത, സങ്കടമില്ലാത്ത, മരണമില്ലാത്ത ഒരു നാട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരുക്കം ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിൽ നടക്കുവാൻ, ആത്മാവിനെ അനുസരിക്കാൻ, വചനപ്രകാരം ജീവിക്കാൻ, ദൈവത്തിൻ്റെ പ്രസൻസിനകത്ത് നിൽക്കാൻ, ദൈവ വഴി വിട്ടുപോകാതെ മുമ്പോട്ട് പോകാൻ, കർത്താവ് പറഞ്ഞ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കാൻ, വചനം അനുസരിക്കാൻ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ ആ രാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശനം സാധ്യമാകുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ എൻ്റെ പക്കൽ പ്രതിഫലവും കൂലിയുമുണ്ടെന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഓരോരുത്തർക്ക് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ. ആകയാൽ വിശ്വാസത്തോടെ ജീവിക്കൂ, ധൈര്യത്തോടെ ഇന്ന് പകൽ പറയാം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ നമുക്ക് തയ്യാറാകാം. നമ്മുടെ ദൈവം അസാധ്യങ്ങൾ അസാധ്യമാക്കുന്ന ദൈവമാണ്.
നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുണ്ടെന്ന് അരുളി ചെയ്തത് നമ്മുടെ കർത്താവ് മാത്രമാണ്. അവിടുത്തെ മുൻപാകെ നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ മുൻപാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. 1 ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായം 10-ാമത് വാക്യം. യഹോവയെങ്കിൽ നിന്നൊരു ഭീതി യഹൂദയ്ക്ക് ചുറ്റുമുള്ള ദേശങ്ങളിലെ സകല രാജ്യങ്ങൾ മേലും വീണിരുന്നത് കൊണ്ട് അവർ യഹോശാഫാത്തിനോട് യുദ്ധം ചെയ്തില്ല. യഹോശാഫാത്ത് രാജാവായിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ തൻ്റെ അപ്പനായ ആസ പിടിച്ചടക്കിയ പട്ടണങ്ങളിൽ കാവൽപ്പട്ടാളം എന്ന് പറഞ്ഞാൽ ആത്മീയാർത്ഥം പ്രാർത്ഥനയാണ്. പ്രിയരെ, നമ്മുടെ മതിലുകൾമേൽ, ജീവിതത്തിൻ്റെ മതിൽമേൽ കാവൽപ്പട്ടാളങ്ങളെ ആക്കണം. കടന്നു വരുന്ന ആക്രമങ്ങളെ ചെറുക്കുവാൻ, ആത്മാവിലതിനെ കീഴടക്കുവാൻ, ജയിക്കുവാൻ കാവൽ പട്ടാളങ്ങളെ ആക്കണം. യെരുശലേമിൻ്റെ മതിലുകൾമേൽ കാവൽക്കാരെ ആക്കുവിനെന്ന് യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത് പോലെ കാവൽക്കാരെ ആക്കുവാൻ പ്രാർത്ഥനയുടെ കാവൽ ഉണ്ടാവണം. അടുത്ത അദ്ദേഹം ചെയ്തത് ദൈവത്തിൻ്റെ വഴിയിൽ തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴികളിൽ നടന്നു. ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിച്ചില്ല. പിതാവായ ദൈവത്തെ അന്വേഷിച്ചു. എല്ലാവരും നടക്കുന്നത് പോലെ നടന്നില്ല, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടന്നു. അതുകൊണ്ട് യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നു. പ്രിയരെ, ലോകം നടക്കുന്നത് പോലെ, എല്ലാവരും നടക്കുന്നത് പോലെ നടക്കുന്നവനല്ല ആത്മീകൻ. ദൈവവചനപ്രകാരം നടക്കുവാൻ, ദൈവവചനപ്രകാരം ജീവിക്കാൻ, പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കാൻ തയ്യാറാകണം. അങ്ങനെ എല്ലാ യഹൂദരും യോശാഫാത്തിൻ്റെ അടുക്കൽ വരികയാണ്. അടുത്ത് നോക്കൂ. അവൻ്റെ ഹൃദയഹോടെ വഴികൾ ധൈര്യപ്പെട്ടിട്ട് പൂജാഗിരി അശേര പ്രതിഷ്ഠകളെയൊക്കെ യഹൂദയിൽ നിന്ന് നീക്കി ദൈവത്തോട് ചേർന്ന് നടന്ന മനുഷ്യനെ യഹോശാഫാത്ത് യുദ്ധം വന്നപ്പോഴും താൻ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചു ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയത് അടുത്ത അധ്യായങ്ങൾ നമുക്ക് കാണാം. ഇവിടെ അങ്ങനെ ദൈവത്തിങ്കൽ പ്രത്യാശ വെച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്നത് കൊണ്ട് യഹോവയെങ്കിൽ നിന്നൊരു ഭീതി യഹൂദയ്ക്ക് ചുറ്റുമുള്ള ദേശങ്ങൾ വന്നതുകൊണ്ട് അവർ യഹോശാഫാത്തിനോട് യുദ്ധം ചെയ്യാൻ വന്നില്ല. പ്രാർത്ഥിക്കുന്നവനെപ്പറ്റി, ആരാധിക്കുന്നവനെപ്പറ്റി, ദൈവിക പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നവനെപ്പറ്റി ദൈവം ഒരു ഭീതി ദേശത്തയക്കും, ചുറ്റുപാടുകൾ അയക്കും. നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ആർക്കും വരാനും പറ്റില്ല. മനസ്സിലായ ദൂത്? പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം മൊർദെഖായിക്കെതിരെ ശക്തമായ പദ്ധതികൾ ഒരുക്കി ഹാമാന്യ ശക്തികളെ ദൈവം തകർത്തപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സകല ശക്തികൾക്കും ഭ്രമം തട്ടി അവരെല്ലാം യഹൂദന്മാരായി തീർന്നു. ഒരു പേടി അവരുടെ മേൽ വീണു. ഇതുപോലെയാണ് ദൈവജനം ആത്മാവിൽ നടക്കുവാൻ, ദൈവവഴിയിൽ നിൽക്കുവാൻ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ മുറുകെ പിടിക്കാൻ, ദൈവത്തോടു കൂടെ നടക്കുവാൻ തയ്യാറായാൽ നമ്മളെപ്പറ്റിയൊരു ഭീതി ശത്രുവിൻ്റെ മേൽ വെളിപ്പെട്ടു വരും. ഗിദെയോനെ പറ്റിയൊരു ഭീതി അമാല്യയ്ക്ക് ശക്തിയുടെ മേലും മിദ്യാന്യ ശക്തിയുടെ മേലും വന്നതുപോലെ അഭിഷേകമുള്ളവൻ ദേശത്തെ ശക്തികളെ ഭയപ്പെടത്തില്ല, അഭിഷേകമുള്ളവനെ ദേശത്തെ ശക്തികൾ ഭയപ്പെടും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ, ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകട്ടെ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകട്ടെ. നമ്മളെപ്പറ്റിയൊരു ഭീതി ദേശത്തിൻ്റെ മേൽ വീഴും. സകല യുദ്ധങ്ങളും പരിശുദ്ധാത്മാവ് ഒടിച്ചു കളയും, വില്ലൊടിച്ച്
കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമാണ്. ഒരു ശക്തിക്കും നമ്മുടെ മേൽ വാഴാൻ പറ്റില്ല. അരാം സൈന്യം പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നില്ല. പ്രാർത്ഥിക്കുന്ന ഒരു എലീഷ ഉണ്ടെങ്കിൽ എലീഷയെ വളഞ്ഞു, വീട് വളഞ്ഞു അരാം സൈന്യം. പക്ഷേ അഗ്നിമയവും അശ്വമയ രഥവുമായി എലീഷയ്ക്ക് ചുറ്റും സ്വർഗമിറങ്ങിയപ്പോൾ അരാം സൈന്യത്തിന് അന്ധത പിടിപ്പിച്ച് എലീഷയുടെ കാൽ കീഴെ അരാം സൈന്യം വന്നു. പിന്നെ അവർ ഇസ്രായേൽ ദേശത്തേക്ക് വന്നില്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. നമ്മളെപ്പറ്റി ഒരു ഭീതി ശത്രുവിൻ്റെ മേൽ ദൈവം വെളിപ്പെടുത്തും. ഒതുക്കാൻ നിൽക്കുന്നവരുടെ മേൽ വെളിപ്പെടുത്തും. ഒരു ദുഷ്ടശക്തിക്കും നമ്മളെ ജയിക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ജയം കൽപ്പിക്കുക. സ്തോത്രം ചെയ്തു. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരിക. സർവശക്തൻ്റെ സാന്നിധ്യം വരിക. ദൈവാത്മാവിൻ്റെ വലിയ പരിവർത്തനം വെളിപ്പെടുത്തുക. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കാൻ പോകുക. ഹല്ലേലൂയ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, യഹോശാഫാത്തിനെ പറ്റിയൊരു ഭീതി ദേശത്തിൻ്റെ മേൽ വീണതുപോലെ ഞങ്ങളെപ്പറ്റിയൊരു ഭീതി ദേശങ്ങളുടെ മേൽ വീഴട്ടെ. ജനം ആത്മശക്തിയോടെ ദൈവമുമ്പാകെ നടക്കട്ടെ. അഭിഷേകത്തോടെ നിൽക്കട്ടെ. പ്രമാണത്തിന് വേണ്ടി വില കൊടുക്കട്ടെ. അവരെ തൊടാൻ, അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കില്ല. ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. വിടുതലുകൾ വ്യാപരിക്കുന്നതിന് സ്തോത്രം. ദൈവശക്തി വ്യാപരിച്ചതിന് സ്തോത്രം. ദൈവാത്മാവിൻ്റെ ഇടപെടിയിൽ വെളിപ്പെട്ടതിന് സ്തോത്രം. അസാധ്യങ്ങൾ സാധ്യമായതിന് സ്തോത്രം. ദൈവകൃപയുടെ ആഴങ്ങൾ വെളിപ്പെട്ടതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ദൈവകൃപയുടെ ആഴങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തും. നമ്മളെപ്പറ്റി ദേശത്ത് ദൈവം ചില അടയാളങ്ങൾ വെളിപ്പെടുത്തും. ഹോവയെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ദൈവം കാണിക്കാൻ പോകുക. ഈ വചനങ്ങൾ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.